വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ കല്യാണം കഴിഞ്ഞു. എല്ലാത്തിനും മുമ്പ് അത് പറയണല്ലോ അല്ലേ, എൻ്റെ കല്യാണം കഴിഞ്ഞു. എല്ലാം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, കാരണം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കുറച്ചുള്ള കാരണം കൊണ്ട് എനിക്ക് കറക്റ്റ് വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് തിരക്കിലൊക്കെ പെട്ടുപോയി. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അതാണ് ഇത്ര കാലം ഡിലേ വരുത്തിയത്. ഫെബ്രുവരി 1-ാം തീയതി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ കല്യാണ പരിപാടികളിലൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു മെയിൻ കാര്യം തന്നെയാണല്ലോ മെഹന്തി. അപ്പോൾ എൻ്റെ ബ്രൈഡൽ മെഹന്തി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരുള്ള എൻ്റെ ശരണ്യേച്ചിയാണ്. ചേച്ചി എൻ്റെ ഫ്രണ്ടാണ്. എന്നിരുന്നാലും ഞാൻ ഫ്രണ്ട് എന്ന് പറയാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബ്രൈഡൽ മെഹന്തി ചെയ്യണം, അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് മെഹന്തി ആയിക്കോട്ടെ ചേച്ചി ഇട്ട് തരും. അപ്പോൾ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഡയറക്റ്റ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ഞാൻ ചേച്ചിയുടെ ID ഞാനിവിടെ താഴെ കൊടുക്കാം. എൻ്റെ ബ്രൈഡൽ മേക്കപ്പ് ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കിൻ ടോണൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂരുള്ള സിയ ബ്രൈഡലിലാണ് നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ എൻ്റെ അനിയത്തി തന്നെയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ലാൻഡ്സ്കേപ്പിൽ എടുക്കാനായിട്ട് പറ്റാതിരുന്നത്. അവളത് ഓർത്തുമില്ല, ഞാനിത് പറയാനും പറ്റില്ല. കാരണം കല്യാണത്തിൻ്റെ ടെൻഷനിൽ ലാൻഡ്സ്കേപ്പാണോ പോർട്രേറ്റ് ആണോ അതൊന്നും നോക്കാനുള്ള ഒരു ഇതിൻ്റെ മാനസികാവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എൻ്റെ കല്യാണത്തിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മേക്കപ്പിനേക്കാൾ നന്നായിട്ട് സാരി ഡ്രേപ്പിംഗ് അടിപൊളിയാണെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടാണ് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, അവളുടെ വെഡ്ഡിങ് മേക്കപ്പ് ചെയ്തു കൊടുത്തത് സിയ ബ്രൈഡലാണ്. ആ സാരി ഡ്രേപ്പിംഗ് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് തന്നെ. എനിക്ക് അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തു തന്നു, ഹെയർ സെറ്റ് ചെയ്ത് തന്നു. സാരി ഡ്രേപ്പിംഗ് കിടിലനായിരുന്നു. എൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും മീശമാധവൻ സിനിമയിലുള്ള പെടലിയുടെ അതേ അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഈ വേണി പൂവൊക്കെ സെറ്റ് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞതൊക്കെ ഊരി പോരുന്നാണ് എൻ്റെ മനസ്സിൽ. സത്യം പറഞ്ഞാൽ അവരത് നല്ല സേഫ്റ്റി സെക്യൂർ ചെയ്തിട്ട് വെച്ചിരിക്കണം. എന്നാലും അതിന് ഊരി പോന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കണം കൂടെ അല്ലേ. നീല സാരി എൻ്റെ അമ്മയാണ് എല്ലാവർക്കും അറിയാം. പച്ച സാരി എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് ചേച്ചിയുടെ, അതായത് മേമയുടെ മക്കളാണ് കേട്ടോ അത് രണ്ടും. അപ്പോൾ ചെക്കൻ വരുമ്പോൾ ചെക്കൻ്റെ കാല് കഴുകി സ്വീകരിക്കണം എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ചെക്കൻ വരികയാണ്, ഇതേ കണ്ടിട്ട് തിരിച്ച് കളിച്ച് വരികയാണ്. ചേട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ളത് എൻ്റെ കസിനാണ് കേട്ടോ, മേമയുടെ ഉണ്ണിയാണ്. അപ്പോൾ അവനാണ് കാല് കഴുകാനായിട്ട് ഉള്ളത്. എനിക്ക് ചേട്ടന്മാരില്ല. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ സ്ഥാനത്ത് അവനാണ് കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ താലി കെട്ടാനായിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഫൈനലി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഒരുപാട് ദിവസത്തെ അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ ഞങ്ങളുടെ വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. അവസാനം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. താങ്ക് ഗോഡ്. അപ്പോൾ പെൺകുട്ടീനെ, അതായത് വധുവിനെ ചെക്കൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതെൻ്റെ ഡാഡിയാണ്. അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ എന്നെ ഈ തങ്കപ്പെട്ട കുട്ടിയെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. സ്റ്റേജ് ഡെക്കറേഷൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? കുന്നോളത്തുള്ള ബ്ലൂബെറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻസിനാണ് കേട്ടോ സ്റ്റേജ് ഡെക്കറേഷൻ്റെ പരിപാടികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്.
എൻ്റെ ഹൽദി ഫംഗ്ഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു തലേദിവസം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേജ് ഒരുക്കണമല്ലോ. അപ്പോൾ അവർ തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഒരു 5 to 6 ഉള്ളിൽ എല്ലാ സ്റ്റേജിൻ്റെ പരിപാടികളെല്ലാം തന്നെ നീറ്റാക്കി വെച്ചിട്ടാണ് അവർ ബ്ലൂബെറീസിൻ്റെ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് മുഴുവനും ചേട്ടൻ്റെ അമ്മ വീട്ടുകാരാണ് കേട്ടോ. അമ്മയുടെ ചേച്ചിയുടെ മക്കളുടെ മക്കളുമാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഒരു വീഡിയോ കോൾ കാണിച്ചു തരികയാണ്. എൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ഗ്രീൻ ചുരിദാർ കണ്ടില്ല, അവളുടെ ചേച്ചി ഡെലിവറി കഴിഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് വരാനായിട്ട് പറ്റിയില്ല കല്യാണത്തിന്. അപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ കല്യാണ തിരക്കിൽ പെട്ടെന്ന് കാണിച്ചപ്പോൾ ഒരു ഹായ് പറഞ്ഞു. പിന്നെ അതാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹലോ, അപ്പോൾ നമ്മുടെ കല്യാണ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഫാമിലീസൊക്കെ എടുത്തു വെച്ച വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. പിന്നെ ഹെൽത്ത് ഓക്കെ ആയിട്ടില്ല, ഓക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയും പ്രശ്നങ്ങളുണ്ട് സൗണ്ടിന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.